നമ്മൾ ഈസ്റ്റിവേഷനാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഇനി അടുത്തത് നമ്മൾ ആൻഡ്രീഷ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞാൽ ഗൈനീഷ്യം. അപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയ ഏകദേശം പൂർണ്ണമാവുകയാണ്. അപ്പോൾ ആൻഡ്രീഷ്യം നമ്മൾ പറയുകയുണ്ടായി. ആൻഡ്രീഷ്യം കമ്പോസർ ഓഫ് സ്റ്റേമെൻസ് നമ്മൾ പഠിച്ചതാണ്. ആൻഡ്രീഷ്യം ആൻഡ്രീഷ്യത്തിൻ്റെ ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് സ്റ്റേമെൻസ് എന്നാണ്. ഇനി ഒരു സ്റ്റേമന് പ്രധാനമായ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിന് അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഫിലമെൻ. ഇനി രണ്ട് ആന്തർ. അപ്പോൾ നോക്കാം. ഇതാണ് ആന്തർ. ഇനി അതിന് ഒരു സ്റ്റോക്കുണ്ട്. ഇതാണ് ആന്തർ, ഇതാണ് ഫിലമെൻ്റ്. അപ്പം നോർമലി ആന്തർ 2 ലോബ്ഡ് ആണ്. 2 ലോബ്സ് ഉണ്ടാകും. 2 ലോബ്സ്. അപ്പോൾ ഈ 2 ലോബ്സിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടൊരു സ്റ്റെറൈൽ ടിഷ്യൂ ഉണ്ട്. അതിനെ കണക്റ്റീവ് എന്നും പറയും. അപ്പോൾ ഒരു ഫെർട്ടൈൽ സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫെർട്ടൈൽ ഫലഭൂഷ്ടമായിട്ടുള്ള ഒരു സ്റ്റേമൻ നമ്മൾ പറയാറുണ്ട്. ഫലഭൂഷ്ടിയായിട്ടുള്ള ഫെർട്ടിലിറ്റി. അപ്പോൾ ഫെർട്ടൈൽ സ്റ്റേമൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ആന്തർ ലോബ്സ് ഉണ്ടാകും. ഈ ആന്തർ ലോബ്സിനുള്ളിൽ നിന്ന് നമുക്കറിയാം ഇത് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗാനാണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് മെയിൽ ഗാമീറ്റ്സ് ആണ് ഉണ്ടാവുക. മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാകുന്നതിന് മുമ്പ് ആൻജിയോസ്പേമിൽ ഈ ആന്തറിനുള്ളിൽ നിന്നും ചില സ്പോർട്സ് ഉണ്ടാകും. സ്പോർട്സ്, അതിനെ മൈക്രോ സ്പോർട്സ് എന്നാണ് പറയുക, അല്ലെങ്കിൽ പോളൻ, പൂമ്പൊടി. ആ പൂമ്പൊടിയിലാണ് മെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഫെർട്ടൈൽ സ്റ്റേമനാണ്. എന്നാൽ ഇനി സ്റ്റെറൈൽ സ്റ്റേമൻസ് ഉണ്ട് ചില ഫ്ലവേഴ്സിൽ. സാധാരണ ഇതിൽ യൂണിസെക്ഷൽ ഫ്ലവേഴ്സാണ്. ഇപ്പോൾ യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവറിനകത്ത് ഒരു റിപ്രൊഡക്റ്റീവ് ഓർഗാനെ കാണൂ. അപ്പോൾ ആൻഡ്രീഷ്യം മാത്രമാണെങ്കിൽ അതിനെ മെയിൽ ഫ്ലവർ എന്നും അല്ലെങ്കിൽ സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്നും പറയും. യൂണിസെക്ഷൽ ഫ്ലവർ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. യൂണിസെക്ഷൽ ഏതെങ്കിലും. അപ്പോൾ ആൻഡ്രീഷ്യം ആണെങ്കിൽ നമുക്ക് അതിനെ മെയിൽ ഫ്ലവർ എന്നും ഗൈനീഷ്യം ആണെങ്കിൽ അതിനെ നമ്മൾ ഫീമെയിൽ ഫ്ലവർ എന്നും പറയും. അപ്പോൾ ഫീമെയിൽ ഫ്ലവറിൽ സ്റ്റേമൻ, അവിടെ ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ സ്റ്റെറൈലായിരിക്കും. സ്റ്റെറൈൽ സ്റ്റേമനെ വിളിക്കുന്ന പേരാണ് സ്റ്റാമിനോഡ്. സ്റ്റാമിനോഡ് മീൻസ് സ്റ്റെറൈൽ സ്റ്റേമൻ എന്നാണ്. ഇനി സ്റ്റേമൻസ് സാധാരണ ഇതിൽ എവിടെയാണ് അറ്റാച്ച് ചെയ്യുക നമുക്കറിയാം. സ്റ്റേമൻസ് ഫ്രീ ആയി കാണപ്പെടാം, അല്ലെങ്കിൽ സ്റ്റേമൻസ് വേറെ, ഇപ്പം ഉദാഹരണം പറയാൻ പെറ്റൽസിൽ നിന്ന് സ്റ്റേമൻസ് കാണപ്പെടാം. നമ്മൾ ഈ ഫ്ലവർ എടുക്കുകയാണെങ്കിൽ ഇത് ഗാമോ പെറ്റാലസ് ആണ്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇത് കൊറോള ട്യൂബാണ്. കൊറോള ട്യൂബ് ഞാൻ വിടർത്തിയെടുത്തതാണ്. കൊറോള ട്യൂബ് വിടർത്തിയെടുക്കുമ്പോൾ ഈ സ്റ്റേമൻസ് ഇത് ഗൈനീഷ്യത്തിൻ്റെ ഭാഗമാണ്. ഇത് സ്റ്റിഗ്മയാണ്. ഇത് സ്റ്റൈല്, ഇതിനകത്ത് സ്റ്റേമൻസ് എന്ന് പറഞ്ഞാൽ ഇത് പെറ്റലിൻ്റെ, ഇത് പെറ്റലാണ്, ട്യൂബാണ്. ഗാമോ പെറ്റാലസ് ആണ്. ഇവിടെ സ്റ്റേമൻസ് എറൈസ് ഫ്രം ദ പെറ്റൽസ്. ഇത് ഗൈനീഷ്യമാണ്. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് സ്റ്റൈലാണ്, ഇത് പോയതാണ്. സ്റ്റൈല് ഇത് സ്റ്റിഗ്മയാണ്. ഇത് താഴെ മുറിഞ്ഞു പോയതാണ്. ഇതാണ് അതിൻ്റെ സ്റ്റേമൻസ് ഈ കൊറോളയിൽ നിന്നാണ്. ഇതിനെ എപ്പിപെറ്റാലസ് സ്റ്റേമൻ എന്ന് പറയാം. ഈ ഫ്ലവർ തന്നെ നമ്മൾ വേറെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇത് സെപ്പൽസ്, ഇത് പെറ്റല്, ഇത് കൊറോള ട്യൂബാണ്. അപ്പോൾ ഈ കൊറോള ട്യൂബ് നമ്മൾ വിടർത്തി നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. ഇതിനുള്ളിലായിട്ടാണ് കാണുക. ഇതാണ് ട്യൂബ്. ട്യൂബ് നമ്മൾ വിടർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് കാണാം. ഇതിനകത്ത് ഇതാണ്, ഇത് സ്റ്റൈല്, ഇത് ടിപ്പിലുള്ളത് സ്റ്റിഗ്മ. കാണാൻ സാധിക്കും. ഇത് സ്റ്റിഗ്മ, ഇത് സ്റ്റൈല്. ഇവിടെ ഓവറി കാണും. ഇനി അതിൻ്റെ ആന്തർ നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആന്തർ എവിടെയാണ് കാണുക ശ്രദ്ധിക്കുക. ആന്തർ ഇത് പെറ്റലാണ്. ഈ പെറ്റലിൻ്റെ മുകളിൽ നിന്ന് എറൈസ് ചെയ്യും. ഇതിനെ എപ്പിപെറ്റാലസ് സ്റ്റേമൻ എന്നാണ് പറയുക. അതേപോലെ നിങ്ങൾ ഇക്സോറ എടുക്കുകയാണെങ്കിൽ തെറ്റിച്ചെടിയുണ്ട്. തെറ്റിച്ചെടിയിൽ സ്റ്റേമൻ നിങ്ങൾക്ക് കാണാൻ കഴിയും.
അതുകൊണ്ട് ഇക്സോറ എടുക്കുകയാണെങ്കിൽ ഇക്സോറയിൽ സ്റ്റേമൻ കാണുന്നത് ഇതും ഗാമോ പെറ്റാലസ് ആണ്, കൊറോള ട്യൂബാണ്. അതിൻ്റെ ഈ ഇത് ലോബിംഗ് ആണ്. 2 പെറ്റലിനും ഇടയ്ക്ക് ഈ എഡ്ജിലാണ് ഇവിടെ ആയിരിക്കും. അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഇവിടെ ആയിരിക്കും സ്റ്റേമൻസ് ഉണ്ടാവുക. ഇതെല്ലാം നിങ്ങൾ എടുത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം സ്റ്റേമൻസ് കാണുന്നത് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇത് എപ്പിപെറ്റാലസ് സ്റ്റേമനാണ്. അപ്പോൾ സ്റ്റേമൻസ് അറൈസിങ് ഫ്രം ദ പെറ്റൽ. പെറ്റൽ ആണെങ്കിൽ അതിനെ എപ്പിപെറ്റാലസ് സ്റ്റേമൻ എന്ന് പറയും. എപ്പിപെറ്റാലസ്. എപ്പിപെറ്റാലസ് മീൻസ് stamens attached with the petals. ഇനി അതെല്ലാം സെപ്പൽസ് ആണെങ്കിൽ നമുക്ക് അതിനെ എപ്പിഫിലസ് എന്ന് പറയാം. അല്ലെങ്കിൽ എപ്പിസെപ്പാലസ് എന്നും വേണേൽ പറയാം. സെപ്പലാണെങ്കിൽ എപ്പിസെപ്പാലസ്. ഇത് പെറ്റലാണെങ്കിൽ എപ്പിപെറ്റാലസ്. ഇനി എപ്പിഫിലസ് എന്ന് പറഞ്ഞാൽ പെരിയാന്ത്. പെരിയാന്ത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കോക്കോസ് ഫ്ലവറിലൊക്കെ പറഞ്ഞു. കാലിക്സും കൊറോളയും തരംതിരിക്കുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് അല്ല എങ്കിൽ അതിനെയാണ് നമ്മൾ പെരിയാന്ത് എന്ന് പറയുക. അപ്പോൾ പെരിയാന്തുമായി അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എപ്പിഫിലസ്. സ്റ്റേമൻസ് അറ്റാച്ച്ഡ് വിത്ത് പെരിയാന്ത്. അല്ലെങ്കിൽ പെരിയാന്ത് സെഗ്മെൻറ്റ്സിനെ വിളിക്കുന്ന പേര് ടെപ്പൽസ് എന്നാണ്. ടെപ്പൽസ്, അതാണ് എപ്പിഫിലസ്. ഇനി സെപ്പലാണെങ്കിൽ ഇതിപ്പം എപ്പിപെറ്റാലസ് ആണ്, പെറ്റലാണ്. സെപ്പലാണെങ്കിൽ എപ്പിസെപ്പാലസ് എന്നും പറയാം. എപ്പിസെപ്പാലസ്. അപ്പോൾ സെപ്പലിന് മുകളിൽ നിന്നാണ് എന്ന് പറയാം. സെപ്പലിന് മുകളിൽ. ഇനി സ്റ്റേമൻസ് ഫ്യൂസ്ഡ് ആകാം, ഫ്രീ ആകാം. ഫ്രീ സ്റ്റേമൻസ് ഉണ്ട്, ഫ്യൂസ്ഡ് സ്റ്റേമൻ ഉണ്ട്. ഇപ്പോൾ സ്റ്റേമൻസ് ഫ്രീ ആണെങ്കിൽ അതിനെ നമുക്ക് പോളിയാൻഡ്രസ് എന്ന് വിളിക്കാം. പോളിയാൻഡ്രസ് സ്റ്റേമൻ. പോളിയാൻഡ്രസ് stamens. All the stamens in a flower are free. അതിനെ വിളിക്കുന്ന പേരാണ് പോളിയാൻഡ്രസ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഫ്ലവർ എടുക്കുക, ഇത് മന്ദാരമാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റേമൻസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഇതിനകത്ത് ഈ ഫ്ലവറിനകത്ത് നമുക്ക് കാണാൻ കഴിയും. ഈ ഫ്ലവറിനകത്ത് സ്റ്റേമൻസ്. ഈ സ്റ്റേമൻസ് എല്ലാം ഇത് ഫിലമെൻ്റ്, ഇത് ആന്തർ. ഈ സ്റ്റേമൻസ് എല്ലാം ഫ്രീ ആണ്, നോട്ട് ഫ്യൂസ്ഡ്. ഇതെല്ലാം ഫ്രീ ആയിട്ട് കാണപ്പെടും. അതുകൊണ്ട് ഇതിനെ എന്താ പേര് വിളിക്കുക? പോളിയാൻഡ്രസ്. അപ്പോൾ പോളിയാൻഡ്രസ് സ്റ്റേമൻ. അത് ഇപ്പം സിസാൽപീനിയം വേണേൽ പറയാം, രാജമല്ലി എന്ന് പറയും. നിങ്ങൾ ടെസ്റ്റ് കിടക്കുന്ന ഏതാണ്? സിസാൽപീനിയ, രാജമല്ലി. ഇനി നിങ്ങൾ എപ്പിപെറ്റാലസ് ആണ് എക്സാമ്പിൾ പറഞ്ഞല്ലോ. എപ്പിപെറ്റാലസ് സ്റ്റേമൻ നിങ്ങൾ ടെസ്റ്റിനകത്തുള്ളത്. എപ്പിപെറ്റാലസ് സ്റ്റേമന് ബ്രിഞ്ചാളാണ്. എപ്പിപെറ്റാലസ് സ്റ്റേമൻ ബ്രിഞ്ചാൾ. ഇനി എപ്പിഫിലസ് സ്റ്റേമൻ ഉണ്ട്, അതിന് എക്സാമ്പിളാണ് ലില്ലി. ഇപ്പോൾ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ ഒന്ന് പഠിക്കുക. എപ്പിപെറ്റാലസ് ബ്രിഞ്ചാൾ, എപ്പിഫിലസ് ലില്ലി. അതേപോലെ പോളിയാൻഡ്രസിന് എക്സാമ്പിൾ സിസാൽപീനിയ. ഇനിയിപ്പോൾ അതല്ല, സ്റ്റേമൻസ് ഫ്യൂസ് ചെയ്യാം. ഇപ്പോൾ ധാരാളം സ്റ്റേമൻസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചൈന റോസ് എടുക്കുകയാണെങ്കിൽ ചൈന റോസിൽ ധാരാളം സ്റ്റേമൻസ് ഉണ്ട്. ഈ സ്റ്റേമൻസിൻ്റെ എല്ലാം കൂടെ ഫിലമെൻ്റ്, എല്ലാ സ്റ്റേമൻസിൻ്റെയും കൂടെ ഫിലമെൻ്റ് ഫ്യൂസ് ചെയ്യാം. ഫിലമെൻ്റ് ഫ്യൂസ് ചെയ്ത് ഒറ്റ ബണ്ടിലായി കാണപ്പെടാം. അങ്ങനെ ഒറ്റ ബണ്ടിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൊണാഡെൽഫസ്. മൊണാഡെൽഫസ് ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ ബണ്ടിലായിരിക്കും. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാമിനൽ ട്യൂബ് എന്ന് പറയും. ഇതാണ് സ്റ്റാമിനൽ ട്യൂബ്. അതിനകത്ത് സ്റ്റേമൻസ് എല്ലാം ഫ്യൂസ്ഡാണ്. ഇതിനകത്ത് സ്റ്റേമൻസ് ഇങ്ങനെ. ചൈന റോസിൽ ഇതാണ്. എന്നിട്ട് ഇതിൻ്റെ ഈ സ്റ്റാമിനൽ ട്യൂബിലൂടെയാണ് നമ്മൾ സ്റ്റൈല് വന്നിട്ട് ഇവിടെയാണ്. ഇത് സ്റ്റിഗ്മ, ഇത് സ്റ്റൈൽ ഇതിനകത്താണ്. ഇത് സ്റ്റാമിനൽ ട്യൂബാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹിബിസ്കസിൽ നമുക്ക് കാണാൻ കഴിയും. ഹിബിസ്കസിൽ സ്റ്റാമിനൽ ട്യൂബാണ്. ഇതാണ്
ഇതാണ് സ്റ്റാമിനൽ ട്യൂബ്. ഈ ട്യൂബിനുള്ളിൽ ഇത് സ്റ്റിഗ്മയാണ്. സ്റ്റിഗ്മ ഇത് നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാമിനൽ ഇത് ആന്തേഴ്സാണ്. ഇത് അതിനകത്ത് ചെറിയ ഫിലമെൻ്റ് കൂടെ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ എല്ലാ ഫിലമെൻ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഒരു ബണ്ടിലായി കാണപ്പെടുക. അതിനെ സ്റ്റാമിനൽ ട്യൂബ് എന്ന് പറയും. നമ്മളിത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ നിന്നും നമുക്ക് ആ സ്റ്റൈല് വേർതിരിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇത് സ്റ്റാമിനൽ ട്യൂബാണ്. ഇങ്ങനെ നമുക്ക് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ സ്റ്റൈലുണ്ടാകും. നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഇതിനുള്ളിൽ സ്റ്റൈൽ ഇളകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റാമിനൽ ട്യൂബാണ്. ഈ ട്യൂബ് ഇതങ്ങ് താഴെ വരെ പോകും, ലോങ് ആണ്. ഇതിനകത്ത് നമുക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയ എടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് മുറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതാണ് സ്റ്റൈല്. ഈ സ്റ്റൈല് ഇത് മുറിഞ്ഞു പോകാം, വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ടി വരും. അത് നമുക്ക് എടുക്കാം. ഇത് സ്റ്റൈല് ചിലപ്പം പൊട്ടാതെടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കും, ചിലപ്പോൾ പൊട്ടിപ്പോകും. ഇതാണ് സ്റ്റൈല്. ഇത് സ്റ്റിഗ്മയാണ്. സ്റ്റിഗ്മയ്ക്ക് ഇത് 5 ബ്രാഞ്ചസും ഉണ്ടാകും. അപ്പോൾ ഇതാണ് സ്റ്റാമിനൽ ട്യൂബ്. ഇത് മൊണാഡൽഫസ് കണ്ടീഷൻ എന്ന് പറയും. ആ സ്റ്റെമിൻ്റെ ഫിലമെൻ്റ് എല്ലാം കൂടെ ഇത് സ്റ്റൈലാണ്. സ്റ്റൈലിൻ്റെ ബേസിൽ ഇവിടെയായിട്ട് നമുക്ക് അതിൻ്റെ ഓവറി, കഴിഞ്ഞ ക്ലാസ് ഞാൻ കാണിച്ചായിരുന്നു. ഇതാണ് ഓവറി. ഓവറിക്കകത്ത് ഓവ്യൂൾസ് ഉണ്ടാകും. അപ്പോൾ ഈ സ്റ്റൈല് ഇവിടെ നിന്നാണ് എറേസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഇതിനകത്ത് നിങ്ങൾക്ക് ലാസ്റ്റ് ഇതിൻ്റെ കാണാൻ സാധിക്കുന്നുണ്ട്. വ്യക്തമായി കാണാൻ കഴിയും. ഇത് വളരെ ഇതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയാവുന്നതാണ്. ഇതാണ് കാർപ്പൽ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇത് വളരെ വ്യക്തമായിട്ട് കാണാം. ഇതിനകത്ത് നോക്കാം. അപ്പോൾ ഇതിന് ചുറ്റിലുമായ സ്റ്റാമിനൽ ട്യൂബാണ്. ഇതാണ് ശരിക്കും കാർപ്പൽ, നമ്മളിനി പഠിക്കുന്നുണ്ട്. ഇത് ഓവറി, ഇത് സ്റ്റൈല്, ഇത് സ്റ്റിഗ്മ. അപ്പോൾ ഇത് സ്റ്റാമിനൽ ട്യൂബാണ്. അപ്പോൾ ഒറ്റ ബണ്ടിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൊണാഡൽഫസ്. അതിന് എക്സാമ്പിളാണ് ചൈന റോസ്. അപ്പോൾ എന്താണ് മൊണാഡൽഫസ്? ഓൾ ദ സ്റ്റേമെൻസ്, when the filaments of all the stamens, when the filaments of stamens are fused to form a single bundle, അതിനെയാണ് മൊണാഡൽഫസ് എന്ന് പറയാൻ. എക്സാമ്പിൾ ചൈന റോസ് അല്ലെങ്കിൽ ചെമ്പരത്തി. അങ്ങനെയാണെങ്കിൽ 2 ബണ്ടിലാണെങ്കിലോ? 2 ബണ്ടിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡൈഅഡൽഫസ്. അപ്പോൾ ഡൈഅഡൽഫസ് എന്ന് പറയുമ്പോൾ 2 ബണ്ടിലായിട്ട് കാണപ്പെടും. ഒറ്റ ബണ്ടിലാണെന്നുണ്ടെങ്കിൽ ഡൈഅഡൽഫസ്. ഇത് വേണ്ട, ഡൈഅഡൽഫസ് എന്നാണ്. DIADELPHOUS, ഡൈഅഡൽഫസ്. അപ്പോൾ 2 ബണ്ടിൽ എന്ന് പറയുന്ന എക്സാമ്പിൾ നമ്മളിപ്പം, അപ്പോൾ ഇതിനകത്ത് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, സിംഗിൾ ബണ്ടിലാണ് ഹിബിസ്കസ് അല്ലെങ്കിൽ ചൈന റോസ്. മറ്റേത് പയർ അല്ലെങ്കിൽ ക്ലിറ്റോറിയ. അപ്പോൾ ക്ലിറ്റോറിയൽ ഞാൻ കാണിച്ചു തരാം. ക്ലിറ്റോറിയൽ 10 സ്റ്റേമനാണ്. അതിൽ 9 സ്റ്റേമൻസ് ഒറ്റ ബണ്ടിലായിട്ട് കാണപ്പെടും. 9 1 2 3 4 5 6 7 8 9. ഇനി ഒരെണ്ണം ഫ്രീ ആയിട്ട് കാണപ്പെടും. ഇപ്പം 9+1 എന്ന് പറയും. ഇപ്പം 9+1, ഇപ്പം 2 ബണ്ടിൽ. ഇപ്പം ഇത് 9 ആണെങ്കിൽ ഇത് 1. അപ്പോൾ അതാണ് ഡൈഅഡൽഫസ്. നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് തന്നെ കാണാം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് കാണാം. ഇത് ഹിബിസ്കസ് ആണ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഹിബിസ്കസിൽ ഇതൊരു ബണ്ടിലാണ്. ഇത് ഒരെണ്ണം സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. ഡൈഅഡൽഫസ്. സിംഗിൾ ബണ്ടിൽ, സിംഗിൾ സ്റ്റേമെൻ്റ് മാറിയിരിക്കുന്നു. ബാക്കി 9 സ്റ്റേമെൻറ്റ്സ് ഫ്യൂസ് ചെയ്ത് ഇതിനകത്ത് ഇതും കൂടെ ഉണ്ട്. കാർപ്പൽ അല്ലെങ്കിൽ സ്റ്റൈലും സ്റ്റിഗ്മയുടെ ഉണ്ട്. അത് പൊതിഞ്ഞിരിക്കുകയാണ്.
വേണമെങ്കിൽ നമുക്ക് നോക്കാം. വേണ്ട, വളരെ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് 9 സ്റ്റേമെൻസ് ആണ്, അതൊരു ബണ്ടിലായിട്ട് കാണുന്നു. ഇത് സിംഗിൾ സ്റ്റേമെൻ മാറി നിൽക്കുകയാണ്. ഇതാണ് ഡൈഅഡൽഫസ്. നമുക്ക് കാണാം ഇത് 9 സ്റ്റേമെൻസ് ഒരു. ഇതിനകത്ത് ഇതുകൂടെ ഉണ്ട്. ഈ കാണുന്നത് സ്റ്റൈലും സ്റ്റിഗ്മയുമാണ്, അത് ചേർന്നിരിക്കുകയാണ്. ഇത് സ്റ്റിഗ്മയും ഉണ്ട്. പക്ഷേ ഇത് 9 സ്റ്റേമെൻസ് ഒരുമിച്ചൊരു ബണ്ടിലായിട്ടുണ്ട്. ഇത് ഒരെണ്ണം സെപ്പറേറ്റ്. അപ്പോൾ അതാണ് ഡൈഅഡൽഫസ്. ഇനി അതല്ല, മെനി ബണ്ടിൽസ് ഉണ്ടാകാം. അപ്പോൾ ഒരു ബണ്ടിലാണെങ്കിൽ മൊണാഡൽഫസ്, 2 ബണ്ടിലാണെങ്കിൽ ഡൈഅഡൽഫസ്, ഇനി അതിൽ കൂടുതലാണെങ്കിൽ പോളി അഡൽഫസ് എന്ന് പറയാം. പോളി അഡൽഫസ് എന്ന് വെച്ചാൽ മെനി ബണ്ടിൽസ് എന്ന് പറയും. മറ്റേത് ഇത് 2 ബണ്ടിൽസ്. ഇനി അതല്ല, മെനി ബണ്ടിൽസ്, സ്റ്റേമെൻസിൻ്റെ ഫിലമെൻറ്റ് ഫ്യൂസ് ചെയ്ത് മെനി ബണ്ടിൽസായി മാറാം. മെനി ബണ്ടിൽസ് ആണെങ്കിൽ അതിനെ പോളിയാൻഡ്രസ് എന്ന് പറയും. പോളി അഡൽഫസ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് സിട്രസ്, നാരകം. നാരകം എന്ന് പറയുമ്പോൾ അതിനകത്ത് മെനി ബണ്ടിൽസാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ബണ്ടിൽ, അടുത്ത ഒരു ബണ്ടിൽ, അടുത്ത ഒരു ബണ്ടിൽ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ സ്റ്റേമെൻസ്, ഇതിനകത്ത് സ്റ്റേമെൻസ്, ഇങ്ങനെ 2ൽ കൂടുതൽ ബണ്ടിൽസ് ഉണ്ടാകും. അപ്പം നോക്കാം, സ്റ്റേമെൻസിൻ്റെ ഫിലമെൻറ്റ് ഫ്യൂസ് ചെയ്ത് ഒറ്റ ബണ്ടിലാണെങ്കിൽ മൊണാഡൽഫസ്, അതിന് എക്സാമ്പിൾ ചൈന റോസ്. 2 ബണ്ടിലാണെങ്കിൽ ഡൈഅഡൽഫസ്, അതിന് എക്സാമ്പിൾ ക്ലിറ്റോറിയ അല്ലെങ്കിൽ പി. ഇനി 2ൽ കൂടുതൽ ബണ്ടിൽസ് ആണെങ്കിൽ പോളിഅഡൽഫസ്, അതിന് എക്സാമ്പിൾ സിട്രസ്. അപ്പോൾ സ്റ്റേമെൻസ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഏതാണ്? ഗൈനീഷ്യം. നമ്മൾ പറഞ്ഞു. ഗൈനീഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കമ്പോസ്ഡ് ഓഫ്, അടുത്തത് ഗൈനീഷ്യമാണ്. ഗൈനീഷ്യം കമ്പോസ്ഡ് ഓഫ് കാർപ്പൽസ്. ഇനി ഒരു കാർപ്പൻ എന്തെല്ലാം ഭാഗങ്ങളുണ്ട് നമ്മൾ നേരത്തെ കണ്ടു. ഇത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഇതാണ് സ്റ്റിഗ്മ, ഇത് സ്റ്റൈൽ, ഇത് ഓവറി. നമ്മൾ കാണുകയുണ്ടായി, നമ്മളിപ്പോൾ ഇത് കാണുകയുണ്ടായി. ഇതാണ് ചെമ്പരത്തിയിൽ നമ്മൾ കാണുകയുണ്ടായി. ഇത് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഇത് പെഡിസിൽ, ഇത് എപ്പികാലിക്സ് എന്ന് പറയും. ഇത് ഓവറിയാണ്, ഇത് സ്റ്റൈലാണ്, ഇത് സ്റ്റിഗ്മയാണ്. ഇനി ഈ ഓവറിക്കകത്ത് നമ്മൾ സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻസൈഡ് ദ ഓവറി, ഈ ഓവറിക്കുള്ളിൽ ചെറിയ ഇങ്ങനെ അണ്ഡകോശങ്ങൾ എന്ന് പറയും. അതിനെ വിളിക്കുന്ന പേരാണ് ഓവ്യൂൾസ്. ഇനി ഈ ഓവ്യൂൾസിനകത്ത് ശ്രദ്ധിക്കുക, ഈ ഓവ്യൂൾസിനകത്താണ് ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാവുക. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഓവ്യൂൾസ് സീഡായി മാറുന്നു. ഓവ്യൂൾ സീഡായി മാറും. ഓവറി ഫ്രൂട്ടായി മാറും ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഓവ്യൂളിൽ വെച്ചാണ്. ഇനിയിപ്പം നോക്കുക, ഇവിടെ നിങ്ങൾ ഒരു ഓവറി അല്ലെങ്കിൽ ഒരു കാർപ്പലാണ് നിങ്ങൾ, ഒരു കാർപ്പലിൻ്റെ ഭാഗങ്ങളാണ് പറഞ്ഞ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. അപ്പോൾ നിങ്ങൾ ചെമ്പരത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കണ്ടാൽ നോക്കാം, ഇതിനകത്ത് സ്റ്റേമൻ 5 ബ്രാഞ്ചുണ്ട്, സ്റ്റൈൽ 1ആണ്, ഓവറി 1ആണ്. പക്ഷേ ഞാൻ പറയുകയാണ്, ഇത് ശരിക്കും 5 കാർപ്പലുണ്ട്. അപ്പോൾ 5 കാർപ്പലുണ്ടപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് 5 ഓവറി വരണം, 5 സ്റ്റൈൽ വരണം, 5 സ്റ്റിഗ്മ വരണം. പിന്നെ ഇവിടെ എന്താണ്? ഇവിടെ ശരിക്കും 5 വേണമെങ്കിൽ ബ്രാഞ്ച്, 5 സ്റ്റിഗ്മയുണ്ട്, 1 സ്റ്റൈലുണ്ട്, 1 ഓവറി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാർപ്പൽസ് ഫ്യൂസ്ഡാണ്. അപ്പോൾ ഇവിടെ 5 കാർപ്പലുണ്ടെങ്കിൽ 5 കാർപ്പലും ഫ്യൂസ്ഡാണ്. അതാണ് ഒന്നായിട്ട് കാണപ്പെടുക. അപ്പോൾ കാർപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ ആ കണ്ടീഷനെ അല്ലെങ്കിൽ ആ ഗൈനീഷ്യത്തെ വിളിക്കുന്ന പേരാണ് സിൻകാർപ്പസ്. സിൻകാർപ്പസ് ഗൈനീഷ്യം അല്ലെങ്കിൽ സിൻകാർപ്പസ് പിസ്റ്റിൽ. അപ്പോൾ ചെമ്പരത്തിയിൽ നിങ്ങൾ ഈ കണ്ടത് ഇത് സിൻകാർപ്പസ് പിസ്റ്റിലാണ്. ഇത് ഫ്യൂസ് ചെയ്ത് ഒന്നായിട്ട് കാണുകയാണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ചൈന റോസ്. അപ്പോൾ കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ്. അപ്പോൾ ഫ്യൂസ്ഡ് കാർപ്പൽസ് അതാണ് സിൻകാർപ്പസ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് ചൈന റോസ്. ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചൈന റോസ് പറയാം. അതെല്ലാം ടെസ്റ്റ് കൊടുത്ത മസ്റ്റാർഡ് പറയാം,
ടൊമാറ്റോ, തക്കാളി പറയാം. ഇതെല്ലാം an എക്സാമ്പിളാണ് സിൻകാർപ്പസ്. അപ്പോൾ പിന്നെ ഫ്രീ ആണെങ്കിലോ, കാർപ്പൽസ് ഫ്രീ ആയിട്ടും കാണപ്പെടാം. ഫ്രീ ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അപ്പോകാർപ്പസ്. അപ്പോൾ അപ്പോകാർപ്പസ് പിസ്റ്റിൽ അല്ലെങ്കിൽ ഗൈനീഷ്യം എന്ന് പറയുമ്പോൾ കാർപ്പൽസ് ഫ്രീ ആണ്. an എക്സാമ്പിളാണ് ലോട്ടസ്, റോസ് മുതലായവ. ലോട്ടസ് അറിയാം, താമര. റോസ് തന്നെയാണ്. അപ്പോൾ അത് അപ്പോകാർപ്പസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് ഓവറിയാണ്, ഓവറിക്കുള്ളിൽ. ഇപ്പോൾ ഇത് ഓവറി ആണെങ്കിൽ ഓവറിക്കുള്ളിൽ എന്തുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്? അതിനകത്ത് ഓവ്യൂൾസ് ഉണ്ട്. ഓവ്യൂൾസ്, ഇതിങ്ങനെ ഓവ്യൂൾസ് ആണ്. ഓവ്യൂൾസ്. ഇനി ഓവറിക്കുള്ളിൽ ഓവ്യൂൾസ് രൂപം കൊള്ളുന്ന ഒരു സോളൻ പാർട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫ്ലാറ്റൻഡ് കുഷൻ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഫ്ലാറ്റൻഡ് കുഷൻ ലൈക്ക് സ്ട്രക്ചർ. ആ ഫ്ലാറ്റൻഡ് കുഷൻ ലൈക്ക് സ്ട്രക്ചറെ വിളിക്കുന്ന പേരാണ് പ്ലാസെൻഡ. അപ്പോൾ എന്താണ് പ്ലാസെൻഡ? ഇൻ ദ ഓവറി ഓവ്യൂൾസ് ആർ അറ്റാച്ച്ഡ് to a flattened cushion-like structure. Called placenta. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസെൻഡ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കുക, ഇതിനകത്ത് ഇപ്പോൾ പ്ലാസെൻഡ നിങ്ങൾക്ക് സെൻട്രലായിട്ട് കാണുന്നു. അപ്പോൾ ഓരോ ഓവറിയിലും പ്ലാസെൻഡയും അതിനോടുള്ള ഓവ്യൂളും ക്രമീകരിച്ചിരിക്കുന്നത് വ്യത്യസ്തമാകാം. അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്ലാസെൻറ്റേഷൻ. അപ്പം നെക്സ്റ്റ് പ്ലാസെൻറ്റേഷൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്ലാസെൻറ്റേഷൻ മീൻസ് ദ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ്. The mode of arrangement of ovules. Ovules എന്ന് പറയുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസെൻഡ, അല്ലെങ്കിൽ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പ്ലാസെൻഡ വിത്ത് ഓവ്യൂൾസ് എന്നും പറയാം. മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസെൻഡ within the ovary is called placentation. അല്ലെങ്കിൽ മോഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് പ്ലാസെൻഡ വിത്ത് ഓവ്യൂൾസ് വിത്തിൻ ദ ഓവറി എന്ന് പറഞ്ഞാലും അത് പ്ലാസെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ ഈ പ്ലാസെൻറ്റേഷൻ നിങ്ങൾക്ക് 5 തരത്തിൽ പഠിക്കാനുണ്ട്. അതൊന്ന് മാർജിനലാണ്. മാർജിനൽ പ്ലാസെൻറ്റേഷനാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. നമ്മളിപ്പോൾ എന്താ ഈ ബോഹീമിയ ഇതിനകത്ത് കണ്ടു. ഇത് മാർജിനൽ പ്ലാസെൻറ്റേഷനാണ്. നോക്കാം. ഇതിൻ്റെ മാർജിൻ നമുക്കെടുക്കാം. ഇത് പെറ്റൽസ് ആണ്. ഇത് സ്റ്റേമൻസ്. നമ്മൾ കണ്ടു. ഇതാണ് ഗൈനീഷ്യം, കാർപ്പൽ. ഇതാണ് ഓവറി, ഇത് സ്റ്റൈല്, ഇത് സ്റ്റിഗ്മ. ഇത് ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോസ്കോപ്പ് വേണം. ഇതിൻ്റെ LS ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഓവറി, ഇത് സ്റ്റൈല്, ഇത് സ്റ്റിഗ്മ. ഇതിനകത്ത് പ്ലാസെൻഡ എവിടെയാണെന്ന് നോക്കാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറി ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ വെൻട്രൽ സ്യൂച്ചർ എന്ന് പറയും. എന്നുവെച്ചാൽ ഈ അരികെ ഇവിടെ നിന്നായിരിക്കും ഇങ്ങനെ ഇത് ഓരോ ഓവ്യൂൾസാണ്. അപ്പോൾ പ്ലാസെൻഡ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇതിനെ വെൻട്രൽ സ്യൂച്ചർ എന്ന് പറയും. ഈ പ്ലാസെൻറ്റേഷനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ പ്ലാസെൻറ്റേഷൻ. മാർജിൻ അരികെ. അപ്പോൾ ഓവ്യൂൾസ് ആർ ഡെവലപ്ഡ് ഓൺ ദ പ്ലാസെൻഡ. ഓവ്യൂൾസ് ആർ ഡെവലപ്ഡ് ഓൺ ദ പ്ലാസെൻഡ. എവിടെയാണ് പ്ലാസെൻഡ? ഫോംസ് എ റിഡ്ജ്, ഒരു അരിക് പോലെ എലോങ് ദ വെൻട്രൽ സ്യൂച്ചർ. ഇതാണ് നോക്കാം. അപ്പോൾ ഇതാണ് വെൻട്രൽ സ്യൂച്ചർ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഒരു റിഡ്ജ് അല്ലെങ്കിൽ ഒരു മാർജിൻ.
അപ്പോൾ ആ മാർജിൻ വെൻട്രൽ സൈഡിലുള്ള ഒരു തിട്ട പോലെ കാണും, അല്ലെങ്കിൽ ആ എഡ്ജ് പോലെ കാണും. അതിനെ വെൻട്രൽ സ്യൂച്ചർ എന്ന് പറയും. ഇവിടെ നിന്നാണ് ഓവ്യൂൾസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ പ്ലാസൻ്റ എന്ന് പറയുക. അപ്പോൾ മാർജിനൽ ആയതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. അപ്പം ഓവറിക്കുള്ളിൽ സിംഗിൾ ചേംബറുള്ള ഓവറി ആണെങ്കിൽ അതിനെ യൂണിലോക്കുലാർ ഓവറി എന്ന് വിളിക്കും, അല്ലെങ്കിൽ യൂണി ചേംബർ. അപ്പോൾ ഇത് സിംഗിൾ ചേംബർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ പടം നോക്കിയാൽ മതിയാകും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ പ്ലാസൻറ്റേഷനാണ് മാർജിൻ. ഇപ്പം പടം തന്നിട്ട് ചോദിക്കും ഇത് ഏത് പ്ലാസൻറ്റേഷൻ. അപ്പോൾ ഇത് ഓർക്കണം, ഇത് മാർജിനൽ പ്ലാസൻറ്റേഷനാണ്. എന്നാൽ ഇനി രണ്ടാമത് ആക്സൈൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ നമ്മൾ മാർജിനൽ പ്ലാസൻറ്റേഷൻ നമ്മൾ പറഞ്ഞു, പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ റിഡ്ജ് എലോങ് വെൻട്രൽ സ്യൂച്ചർ, ഇതാണെന്നാണ് പറഞ്ഞത്. ഇനി ആക്സൈൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ഇത് അതേപോലെ തന്നെ ഇതും ഓവറി, ഓവറിയുടെ സെൻട്രൽ പോയിന്റ് ഇവിടെ ആയിരിക്കും പ്ലാസൻ്റ കാണപ്പെടുക. അപ്പോൾ ഇതിപ്പോൾ 3 ഓവറിയാണ്, അല്ലെങ്കിൽ 3 കാർപ്പലാണ്, 1 2 3. അപ്പോൾ 3 ചേംബറുണ്ട്. അപ്പോൾ ഇത് സെൻട്രൽ ആക്സിൽ എന്ന് പറയുമ്പോൾ സെൻട്രൽ ആക്സിസാണ്. ഇവിടെ നിന്നായിരിക്കും ഇതൊരു ഓവ്യൂള്, ഇതൊരു ഓവ്യൂള്, ഇതൊരു ഓവ്യൂള്, ഇതൊരു ഓവ്യൂള്, ഇതൊരു ഓവ്യൂള്, ഇത്. അപ്പോൾ ഓവൽ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാസൻ്റ ഇവിടെയായിട്ട് വരും. അപ്പോൾ ഇതിനെയാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് വിളിക്കുക. ഇതാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ഇതൊരു കാർപ്പൽ, ഇതടുത്ത കാർപ്പൽ. അപ്പോൾ ഈ ഡയഗ്രം കണ്ടാൽ ഓർക്കേണ്ടത് ആക്സിയൽ പ്ലാസൻറ്റേഷൻ ആണ്. അപ്പോൾ പ്ലാസൻ്റ അറ്റ് ദ സെൻറ്റർ ആണ്, ആക്സിസ്. അപ്പോൾ ഇത് മൾട്ടി കാർപ്പലറിയാണ്. ഇപ്പോൾ ഇതിവിടെ 3 കാർപ്പലുണ്ട്, പെൻഡാ കാർപ്പൽ. നമ്മൾ ഹിബിസ്കസ് എടുക്കുകയാണെങ്കിൽ ഹിബിസ്കസിൽ ഇത് തന്നെയാണ് ആക്സിയൽ പ്ലാസൻറ്റേഷൻ. നമ്മളിങ്ങനെ ഓവറിയുടെ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിയാൽ ഇതേപോലെ കിട്ടും. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ടാണ് ക്രോസ് സെക്ഷൻ. ഇത് ക്രോസ് സെക്ഷനാണ്, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സെക്ഷനാണ്. അപ്പോൾ രണ്ടാമത്തത് ഈ ഡയഗ്രം നോക്കുക, ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ഇനി 3 പരേറ്റൽ പ്ലാസൻറ്റേഷൻ. പരേറ്റൽ പ്ലാസൻറ്റേഷൻ നമ്മൾ വ്യത്യാസം എന്താണ്? ഇതിപ്പോൾ നമ്മൾ കണ്ടു മൾട്ടി കാർപ്പലറിയാണ്. കാർപ്പൽ അല്ലെങ്കിൽ ഓവറി മൾട്ടി കാർപ്പൽസ് ആണ്. കാർപ്പൽ ഒന്നിലധികമുണ്ട്, അല്ലെ ഇവിടെ ഒരു ചേംബർ. എന്നാൽ അടുത്തതിൽ അതല്ല, ചേംബർ ഒന്ന് തന്നെയാണ്. ഇവിടെ ഇനി നോക്കുക, ഓവ്യൂൾസ് എവിടുന്നാണ് ഡെവലപ്പ് ചെയ്യുക? ഓവ്യൂൾസ് ഡെവലപ്പ് ഓൺ ദ ഇന്നർ വാൾ ഓഫ് ദ ഓവറി എന്നാണ്. ഇന്നർ വാൾസ് ഓഫ് ദ ഓവറി എന്നാണ്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു കാർപ്പൽ, ഇതൊരടുത്ത കാർപ്പൽ, ഇതടുത്ത കാർപ്പൽ, 3 കാർപ്പൽ വരുന്നുണ്ട്. പക്ഷേ ആ 3 കാർപ്പൽ ഓവ്യൂൾ ഡെവലപ്പ് ഈ കാർപ്പലിൻ്റെ ഇന്നർ വാൾ ഇവിടെ നിന്നാണ്. ഇതാണ് ഇത് ഓവ്യൂള്, ഇതാണ്. ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു കാർപ്പൽ, ഇതടുത്ത കാർപ്പൽ, ഇതടുത്ത കാർപ്പൽ ആണ്. അപ്പോൾ ഇത് യൂണിലോക്കുലാർ ആണ്, മൾട്ടി കാർപ്പലറിയാണ്. അപ്പോൾ ഓവ്യൂൾസ് അല്ലെങ്കിൽ പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഇന്നർ വാളിൽ നിന്നാണ്. അപ്പോൾ ഈ ഡയഗ്രം കണ്ടാൽ ഓർക്കണം ഇത്. അപ്പോൾ ഈ ഡയഗ്രം കണ്ട് ഓർത്തിരുന്നാൽ മതി, പരേറ്റൽ പ്ലാസൻറ്റേഷനാണ്. ഇനി അടുത്തത് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. 4മത്തത് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. എന്താണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ? ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ നമ്മളിപ്പോൾ ആക്സിയൽ പ്ലാസൻറ്റേഷൻ പറഞ്ഞ കണക്ക് തന്നെ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷനിൽ ഓവ്യൂള് സെൻട്രലായിരിക്കും, അല്ലെങ്കിൽ പ്ലാസൻ്റ സെൻട്രലായിരിക്കും. പക്ഷേ ഇവിടെ മൾട്ടി കാർപ്പലറി ആണെങ്കിൽ ഇവിടെ ഫ്രീ സെൻട്രൽ ആകുമ്പോഴത്തേക്ക് ഒറ്റ ചേംബറേ ഉള്ളൂ. കാർപ്പൽ കൂടാം, പക്ഷേ ഇവിടെ മൾട്ടി ലോക്കുലാറാണ്, പക്ഷേ ഇവിടെ യൂണിലോക്കുലാറാണ്. ബാക്കിയെല്ലാം സെയിമാണ്. ഇവിടെയും പ്ലാസൻ്റ, ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇത് മൾട്ടി ലോക്കുലാറാണ്. ഇതിപ്പോൾ ഞാൻ 3 ചേംബർ വരച്ചു. ഇവിടെ യൂണിലോക്കുലാറാണ്. പ്ലാസൻ്റ അവിടെ തന്നെ ആയിരിക്കും. ഇവിടെ സെൻട്രൽ ആക്സിസ് തന്നെയാണ് പ്ലാസൻ്റ. ഓവ്യൂൾ ഇവിടുന്ന് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ ഈ ഡയഗ്രം നോക്കുക, ഇതാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ ആക്സിയൽ പ്ലാസൻറ്റേഷൻ നമ്മൾ പറഞ്ഞ പ്ലാസൻ്റ ഈസ് ആക്സൈൽ. ഇവിടെയും ഇത് തന്നെയാണ്. പ്ലാസൻ്റ എവിടെ? ഫ്രീ സെൻട്രലിലും പ്ലാസൻ്റ എവിടെയാ? സെൻട്രൽ ആക്സിസ് ആണ്, അല്ലെങ്കിൽ പ്ലാസൻ്റ സെൻട്രൽ ആക്സിസിലാണ്. പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം, ഇത് മൾട്ടി ലോക്കുലാർ ആണ്, അല്ലെങ്കിൽ മൾട്ടി ചേംബേർഡ് ആണ്, മൾട്ടി ലോക്കുലാർ ഓവറി. ഇതാണ് വ്യത്യാസം. ഇതാണെങ്കിൽ യൂണിലോക്കുലാർ
അല്ലെങ്കിൽ യൂണി ചേമ്പേർഡ് ഓവറിയാണ്. ഇതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഓർക്കണം, ഇതാണ്ട് ഇത് ഫ്രീ സെൻട്രലാണ്. ഇപ്പോൾ ഫ്രീ സെൻട്രൽ, ഈ ഡയഗ്രം കണ്ടാൽ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എന്ന് ഓർക്കുക. ഇനി ഒരു പ്ലാസൻറ്റേഷനും കൂടിയുണ്ട്, അതാണ് ബേസൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ അഞ്ചാമത്തെ പ്ലാസൻറ്റേഷനാണ് ബേസൽ. അപ്പോൾ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പ്ലാസൻറ്റ ബേസലായിരിക്കും. അപ്പോൾ പ്ലാസൻറ്റ ഡെവലപ്പ് അറ്റ് ദ ബേസ് ഓഫ് ദ ഓവറി എന്ന് പറയാം. ബേസ് ഓഫ് ദ ഓവറി. പ്ലാസൻറ്റ ഡെവലപ്ഡ് അറ്റ് ദ ബേസ് ഓഫ് ദ ഓവറി. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഓവറി ആണെങ്കിൽ അതിൻ്റെ ബേസിൽ നിന്ന് ഓർക്കുക, അതിൻ്റെ ബേസിൽ, ബേസ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും, ഇതിൻ്റെ ബേസിൽ നിന്നും ഓവ്യൂൾസ് ഉണ്ടാകും. ഇതാണ് ഓവ്യൂൾ. പ്ലാസൻറ്റ ഇവിടെ ആയിരിക്കും. ഇതിനെയാണ് ബേസൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുക. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പറയാം. എക്സാമ്പിൾസ് കൂടെ നോക്കുക, അപ്പോൾ അത് തീരും. മാർജിനൽ പ്ലാസൻറ്റേഷൻ, അത് ഞാൻ പറഞ്ഞു. അതിന് എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ കാണിച്ചു. പി പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലിറ്റോറിയ പറയാം, ശംഖുപുഷ്പം, ഇതെല്ലാം എക്സാമ്പിളാണ്. ഇനി ആക്സിയൽ പ്ലാസൻറ്റേഷന് റോസ്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചൈന റോസും പറയാം. റോസ്, അല്ലെങ്കിൽ അടുത്ത എക്സാമ്പിൾ റോസ്. ടെസ്റ്റ് കിടക്കുന്നത് ടൊമാറ്റോ, ലെമൺ. ആക്സിയൽ പ്ലാസൻറ്റേഷൻ, അല്ലെങ്കിൽ ചൈന റോസും പറയാം. ഇനി പരേറ്റൽ പ്ലാസൻറ്റേഷന് മസ്റ്റാർഡ്, കടുക്, പിന്നെ അർജിമോൺ. അത് ഒരു പ്ലാന്റ് തന്നെയാണ്. അർജിമോൺ എന്ന് പറയുക, എരുമക്കള്ളി എന്നൊക്കെ പറയുക. അങ്ങനെ കോമൺ നെയിം നമുക്ക് പലയിടത്തും പലതായിരിക്കും. അപ്പോൾ ഇത് കടുക്, അർജിമോൺ, ഇതൊക്കെയാണ് പരേറ്റൽ. പിന്നെ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ എക്സാമ്പിളാണ് ഡയാന്തസ്, അതും നമ്മളങ്ങനെ പറയുക. പിന്നെ ഒന്നുകൂടെ പറയാം, പ്രിംറോസ്. ഡയാന്തസ്, പ്രിംറോസ്. ഇനി ബേസൽ പ്ലാസൻറ്റേഷൻ എക്സാമ്പിളാണ് സൺഫ്ലവർ, സൂര്യകാന്തി. പിന്നെ മാരിഗോൾഡ്, അത് കേട്ടിട്ടുണ്ടാകും, മാരിഗോൾഡ്. അപ്പോൾ ഇതാണ് എക്സാമ്പിൾസ്. അപ്പോൾ പ്ലാസൻറ്റേഷൻ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫോക്കസ് പോയിന്റിലുള്ള പ്ലാസൻറ്റേഷൻ വരെയാണ്, അല്ലെങ്കിൽ 5.514 വരെയാണ് ഫോക്കസ് പോയിന്റ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് ഫേബേഴ്സിയ, ലിലിയേസിയാണ്. ഫോക്കസ് പോയിന്റിൽ അടുത്ത് നമുക്കുള്ളത് ഫേബേഴ്സിയ, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടിയുണ്ട് ലിലിയേസി. അപ്പോൾ ഈ പാഠം കഴിയും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.